നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിൻ അൽവാരസിൻ്റെ കാര്യത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രവൃത്തിയിൽ വലിയ രൂപത്തിൽ നിരാശനാണെന്നും താൻ ചതിക്കപ്പെട്ടു എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിനുള്ളതെന്നും ഇപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഹുലിൻ അൽവാരസ് അർജൻറ്റീനയുടെ ഒരു മത്സരത്തിന് ശേഷം തുറന്നു പറഞ്ഞില്ലേ, എനിക്ക് എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് വിടണം, ഞാൻ അവിടെ വിട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ രൂപത്തിലുള്ള ചർച്ചയായിട്ട് മാറിയിരുന്നു. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബാഴ്സലോണ ഇങ്ങനെ ടെംപ്റ്റിംഗ് ഓഫറുകളുമായിട്ടൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ താരത്തെ വിടാനും തയ്യാറല്ല. ഇപ്പോൾ 100 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ബാഴ്സ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ സ്പോട്ട് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബാഴ്സലോണ എക്സ്പെക്ട് ഹുലിൻ അൽവാരസ് ടു മേക്ക് എ ഫോഴ്സ്ഫുൾ പബ്ലിക് മൂവ് ഫോളോവിങ് ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഹുലിൻ അൽവാരസ് ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പബ്ലിക് മൂവ് തന്നെ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജൻറ്റീൻ താരത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെ പറ്റിച്ചു, ബെട്രേ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആണുള്ളത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചറിന് ഫെസിലിറ്റേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു ആദ്യം, പക്ഷെ അതിപ്പോൾ അതിനവർ തയ്യാറാവുന്നില്ല. ബാഴ്സ അതേസമയം വിശ്വസിക്കുന്നത് താരം പബ്ലിക്കലി തൻ്റെ മൂവിന് വേണ്ടി ശ്രമം നടത്തുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ആ ഒരു പൊസിഷൻ റീകൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണിപ്പോൾ ബാഴ്സ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ മറ്റൊരു റിപ്പോർട്ട് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ബാഴ്സലോണ ഹുലിൻ അൽവാരസിന് കുറച്ച് ദിവസങ്ങൾ കൂടി വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം റിക്കവർ ചെയ്യാൻ വേണ്ടി അനുവദിക്കും. ബാഴ്സലോണ 100 മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന താരത്തിനായിട്ട്. ജൂലൈ അവസാനം വരെയാണ് അതിന് വാലിഡിറ്റി ഉണ്ടാവുക. അർജൻറ്റീൻ താരത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ്. ഏതായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ പ്രോമിസ്, അദ്ദേഹത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓഫർ വന്നാൽ പോകാം എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് പറഞ്ഞ ആ ഒരു പ്രോമിസ് അവർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഹുലിൻ അൽവാരസ് ഉള്ളത് എന്നുകൂടി മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഓഗസ്റ്റ് 10 അത്ലറ്റിക്കോ മാഡ്രിഡ് ഹുലിൻ അൽവാരസിനോടും മറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ച താരങ്ങളോടുമൊക്കെ പ്രീ സീസണിനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് തീരുമാനമെടുക്കും ഹുലിയൻ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനി നടക്കാൻ പോകുന്ന ഒരു പ്യുവർ ഡ്രാമയാണ്. ഇപ്പം അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം ഒരു പക്ഷേ ട്രെയിനിങ്ങിന് റിപ്പോർട്ട് ചെയ്യുന്നത് റിഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ അത് എന്ത് തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും ഒരു പ്യുവർ ഡ്രാമയാണ് സംഭവിക്കാൻ പോകുന്നത്. ഹുലിയൻ എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടേ പറ്റൂ. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ബാഴ്സക്കാണെങ്കിൽ ഹുലിയനെ കിട്ടിയാൽ നല്ലത് എന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ അവരും നടത്തുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.